തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സിപിഐയിൽ നേതൃത്വത്തെ അനുകൂലിച്ചും എതിർത്തും പടയൊരുക്കം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ലക്ഷ്യമിടുന്ന നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഗുണമെന്നാണ് ബിനോയ് വിശ്വത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. അതിനിടെ ഭരണവിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് കുറ്റപ്പെടുത്തി സിപിഐ മുഖപത്രം ജനയുഗം എഡിറ്റോറിയൽ എഴുതി. 27 മത്സരിച്ച സിപിഐ 8 സീറ്റുകളിലാണ് വിജയിച്ചത്. പാർട്ടി കോട്ടകളായ നാദാപുരവും വൈക്കവും ചാത്തന്നൂരും ചടയമംഗലവും എല്ലാം തോറ്റു. അടൂർ, നാദാപുരം, തൃശൂർ സീറ്റുകളുടെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു. ചാത്തന്നൂരിൽ വേണ്ടത്ര ഗൌരവം കൊടുക്കാതിരുന്നതിന്റെ ഫലമാണ് ബിജെപിയുടെ വിജയമെന്നും വാദിക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ താൽപര്യം മാത്രമാണ് പരിഗണിച്ചതെന്നാണ് ബിനോയ് വിശ്വം അനുകൂലികളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭൂരിപക്ഷം കുറച്ചെങ്കിലും കുറയ്ക്കാനായത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ നേട്ടമായും പറയുന്നു. സിപിഐഎമ്മിനുണ്ടായ തകർച്ച സിപിഐക്കുണ്ടായിട്ടില്ല എന്നാണ് വാദം. അതിനിടെ ഭരണവിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ജനയുഗം എഡിറ്റോറിയൽ എഴുതി. എന്തുകൊണ്ടാണ് പ്രമുഖ സിപിഐഎം നേതാക്കൾ പാർട്ടി വിട്ട് യുഡിഎഫിനൊപ്പം ചേർന്നതെന്ന ചോദ്യവുമുണ്ട്. നാളെ തുടങ്ങുന്ന യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.